നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടിക സ്വദേശി ശാരദയ്ക്ക് നിർമ്മിച്ചു നൽകിയ കാരുണ്യ ഭവനത്തിന്റെ സമർപ്പണം നടത്തി. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ മതിലകം പള്ളിവളവ് ശാഖ പ്രവർത്തനം ആരംഭിച്ചു. KSU കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. മുസ്ലിം ലീഗ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷിഹാബ് തങ്ങൾ റിലീഫ് സെൽ നാട്ടിക സ്വദേശി നമ്പി ശാരദയ്ക്ക് നിർമ്മിച്ചു നൽകിയ കാരുണ്യ ഭവനത്തിന്റെ സമർപ്പണം സിനിമ ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. അപ്പോൾ ആ രക്തത്തിൽ ഓടുന്നത് അദ്ദേഹത്തിന്റെ രക്തമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്നല്ലാഹ മഹസ്വാബിരി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഇന്നല്ലാഹ മഹസ്വാബിരി എന്നതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ വാക്യം. അദ്ദേഹം ഒന്നാമത് ഒച്ചത്തിലും സംസാരിക്കില്ല, വളരെ കുറച്ച് മാത്രം, വളരെ സൗമ്യമായിട്ട് ഒരു തേനൊഴുകുന്ന പോലെ ഒരു തുള്ളി തുള്ളിയായിട്ട് വീഴുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ഇതിന്റെ വിശദീകരണം? അപ്പോൾ പറഞ്ഞു, പിന്നെ ക്ഷമിക്കുന്നവരുടെ കൂടെ മാത്രമേ അള്ളാഹു ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്നതായൊരു വ്യാഖ്യാനം ഞാൻ വെച്ചു. കാരണം മലയാളത്തില് ഈ അതിൽ ക്ഷമ എന്ന് പറയുന്ന ഒരു രണ്ട് അക്ഷരം ഉണ്ടല്ലോ. ആ ക്ഷമ എന്ന അക്ഷരത്തിന് ഒരുപാട് പിന്നെ വ്യാപകമായ ഒരു അർത്ഥമുണ്ട്. കാരണം ക്ഷമ എന്ന് പറയുന്നത്. റിലീഫ് സെൽ ചെയർമാൻ CA മുഹമ്മദ് റഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CH റഷീദ്, മുഹമ്മദ് ഫൈസി ഓണംപിള്ളി, PM സാദിഖ് അലി, K ദിലീപ് കുമാർ, EP കമറുദ്ദീൻ, നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, KA ഹാറൂൺ റഷീദ്, CK അഷ്റഫ് അലി, ശ്രീദേവി ഷൺമുഖൻ, PM അബ്ദുൽ ജബ്ബാർ, PK അബ്ദുൽ മജീദ്, VK സെയ്ദ് മുഹമ്മദ്, KK സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. പാപ്പിനിവട്ടം സർവീസ് സഹകരണ ബാങ്കിന്റെ മതിലകം പള്ളിവളവ് ശാഖാ പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു നയമുണ്ട്. ആ നയം സഹകരണ മേഖല ആരുടെയാണ്? ആരുണ്ടാക്കിയതാണ്? ഇത് ഗവൺമെൻറ് ഉണ്ടാക്കിയതാണ്. ഇതേപടിയിരിക്കുന്ന പഴയ ആളുകളും മൺമറിഞ്ഞു പോയവരും ഒരു കാലത്ത് നമ്മുടെ കാർഷിക മേഖലയിൽ 10 പൈസ കൊടുക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ അവരെല്ലാം കൂടി ഉണ്ടാക്കിയ മേഖല അത് സഹകരണ മേഖല. കാർഷിക മേഖല കൃഷി പണിയാൻ പൈസയില്ലാതെ നാട്ടിൽ അന്നത്തെ പ്രമാണിമാർ രാഷ്ട്രീയമൊക്കെ നോക്കാതെ ഒരുമിച്ചിരുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. അത് വലുതായി ഇപ്പം നമ്മുടെ റിപ്പോർട്ട് വായിച്ചു കേട്ടു. എന്താ അവിടെ ചെയ്യാത്തത്? ഒരു സഹകരണ മേഖല ചെയ്യാവുന്ന എല്ലാ കാര്യവും ചെയ്യില്ല. ഇപ്പോൾ ലാബ് ഞാൻ പലപ്പോഴും എല്ലാവരും പറയാനുള്ളതാണ്. അതെല്ലാ സംവിധാനത്തോടെയുള്ള ഡോക്ടറുണ്ടാവും, മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി RA മുരുകേശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇന്നസെന്റ് MP മുഖ്യാതിഥിയായി. വളരെ മനസ്സമാധാനത്തോടു കൂടി സിനിമയിൽ അഭിനയിച്ച് നല്ല കാശ് ആ ഗാന്ധിയുടെ പടമുള്ള നോട്ടൊക്കെ മേടിച്ചിട്ട് ഞാൻ ഗാന്ധിയെ വരെ മറന്നു. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, അങ്ങനൊരു മുഖച്ഛായ വരെ എനിക്ക് യേശുക്രിസ്തു ആണോ ഗാന്ധിയാണോ യേശുക്രിസ്തു, അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് ഇപ്പം എൻ്റെ നിൽപ്പ്. അപ്പോൾ ആളുകൾക്ക് സമാധാനമായി. എനിക്ക് വോട്ടൊക്കെ ചെയ്ത് എന്നെ വിജയിപ്പിച്ചത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഇവൻ്റെ കഞ്ഞിക്കുട്ടി മുട്ടിക്കണം. അതിന് ഈ കോൺഗ്രസ്സുകാരും നല്ല പണിയെടുത്തിട്ടുണ്ട്, അവരും വോട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് വലിയൊരു സംഭവമാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി. ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ആദ്യ നിക്ഷേപം സ്വീകരിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ CV ശശിധരൻ സ്ട്രോങ് റൂമിന്റെയും ഡോക്ടർ PA മുഹമ്മദ് സെയ്ദ് നീതി ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ സഹകരണ ബാങ്ക് ചെയർമാൻ KR ജൈത്രൻ A ക്ലാസ് അംഗങ്ങൾക്കുള്ള പെൻഷൻ പദ്ധതിയുടെയും മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ ചികിത്സാ സഹായ പദ്ധതിയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു. മതിലകം പോലീസ് സ്റ്റേഷനിലേക്കുള്ള കമ്പ്യൂട്ടർ ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഉഫൂർ നൽകി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ MP ഗോപിദാസ് മാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു.
പഞ്ചായത്ത് പ്രസിഡന്റ് MA വിജയൻ, മുൻ ബാങ്ക് പ്രസിഡന്റ് ഇസ്മയിൽ മാസ്റ്ററെ അനുസ്മരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK ആബിദലി, വൃന്ദ പ്രേംദാസ്, ബേബി ലോഹിതാക്ഷൻ, ഫാദർ ജോസഫ് കുന്നത്തൂർ, ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS മുഹമ്മദ് ഷഫീർ, ബാങ്ക് ഡയറക്ടർ EG സുരേന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. KSU കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. DCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഏറെ സന്തോഷകരമായ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടുള്ളത്. കേരള വിദ്യാർത്ഥി യൂണിയൻ എന്ന് പറയുന്ന KSU പ്രസ്ഥാനത്തിന്റെ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള മെറിറ്റ് ഡേ ഈ നിയോജകമണ്ഡലത്തിലെ സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസപരമായി ഉയർന്ന വിജയം നേടിയ, SSLC പരീക്ഷയിലും +2 പരീക്ഷയിലും A+ നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും ആദരിക്കുന്ന മഹനീയമായ ഒരു ചടങ്ങിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. സ്വാഭാവികമായും SSLC പരീക്ഷയിൽ A+ കിട്ടിയ കുട്ടികളെ വിളിച്ചിരുത്തി അല്ലെങ്കിൽ അവർ രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു കാര്യം, ഒരുപാട് പ്രസംഗങ്ങൾ കേട്ട് ഞങ്ങൾ ഒരുപാട് നേരം ഇവിടെ ഇരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. KSU ജില്ലാ പ്രസിഡന്റ് ശോഭ സുബിൻ മുഖ്യപ്രഭാഷണം നടത്തി. KSU കയ്പമംഗലം നിയോജകമണ്ഡലം പ്രസിഡന്റ് VA ആഷിഫ് അധ്യക്ഷത വഹിച്ചു. KF ഡൊമിനിക്, KS പങ്കജാഷൻ, K ചന്ദ്രൻ, P ഷാഹിർ, ഉമറുൽ ഫാറൂഖ്, സുരേഷ് കൊച്ചുവീട്ടിൽ, ഷെഫീഖ് എന്നിവർ സംസാരിച്ചു. CPM നേതാവും എടത്തിരുത്തി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന VK കുമാറിന്റെ 4ാം ചരമവാർഷിക ദിനാചരണം നടത്തി. CPM ചന്ദ്രാപ്പിനി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചന്ദ്രാപ്പിനി ഈസ്റ്റിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപ്പിനി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MK ഫൽഗുണൻ അധ്യക്ഷനായി. PR കറപ്പൻ, പ്രൊഫസർ KU അരുണൻ, മഞ്ജുള അരുണൻ, AV സതീഷ്, KG സുഖദേവ്, അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് എന്നിവർ സംസാരിച്ചു. ആ പരിശ്രമത്തിൽ സഖാവ് VK, ആ ചക്കര സൊസൈറ്റിയുടെ മർമ്മപ്രധാന സ്ഥാനത്തുണ്ടായിരുന്ന സഖാവ് VK, അതുമായി ബന്ധപ്പെട്ട സകല രേഖകളും പ്രമാണങ്ങളും ഒക്കെ തന്നെ VKയുടെ കൈവശമായിരുന്നു. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെത്തുതൊഴിലാളി സംഘടന പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അന്നത്തെ പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന സഖാവ് പൗലോസ് മാസ്റ്റർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും VK ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ നാട്ടിക കൊടുങ്ങല്ലൂർ മേഖലയിലെ ചെത്തുതൊഴിലാളി യൂണിയനിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഈ ഭൂമി ഇങ്ങനെ എത്ര നാളെന്ന ക്യാമ്പയിന്റെ ഭാഗമായി പെരിഞ്ഞനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വേപ്പില ക്യാമ്പയിൻ നടത്തി. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ക്യാമ്പയിൻ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു. ക്യാൻസർ രോഗികളെ പോലെ തന്നെയാണ് കിഡ്നി സംബന്ധമായ അസുഖങ്ങളും നമ്മുടെ പ്രദേശത്ത് വളരെ കൂടുതലാണ്. ഒരു 10 വീടെടുത്താൽ 2 വീട്ടിലെങ്കിലും ഇങ്ങനെ ജീവിത ശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ എണ്ണം കൂടുകയാണ്. ഇപ്പൊ തിര ബീച്ച് വെസ്റ്റുമായി ബന്ധപ്പെട്ട് പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിച്ചു. നമ്മൾ ഓരോ വാർഡിലും ചെന്നപ്പോൾ ഒരു വാർഡിൽ തന്നെ 10ഉം 12ഉം പേരാണ് ഈ പെൻഷൻ അർഹതയുള്ളവരുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം തുക കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് 33 പേരിലേക്ക് നമ്മൾ ഈ വർഷം പെൻഷൻ കൊടുക്കൽ ഒതുക്കിയിട്ടുള്ളത്. അടുത്ത വർഷം വരുമ്പോഴും ഇതിനേക്കാൾ കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഓരോ വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോഴും നമ്മുടെ ജീവിത രീതിയിലുണ്ടായ മാറ്റം. യൂണിറ്റ് പ്രസിഡന്റ് MK സജീവൻ അധ്യക്ഷനായി. ഡോക്ടർ P ഇന്ദിരാദേവി മുഖ്യപ്രഭാഷണം നടത്തി. PB സജീവൻ, T മനോജ് എന്നിവർ സംസാരിച്ചു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC വിദ്യാഭ്യാസ കലാകായിക അവാർഡ് വിതരണം സംഘടിപ്പിച്ചു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷത്തിലുപരി കണ്ടുവരുന്ന യഥാർത്ഥത്തിലുള്ള ഒരു പൊതു സാമൂഹ്യ അവസ്ഥ വളരെയധികം മാറ്റങ്ങൾക്ക് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമൂഹം പോകുന്നത്. ആ മാറ്റത്തിനനുസരിച്ച് വിദ്യാഭ്യാസപരമായ കാഴ്ചപ്പാടിൽ കേരളത്തിന്റെ നിലവിലുള്ള സ്ഥാനം ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ പാർലമെന്ററി സമ്മേളനത്തിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രിയെ സ്മൃതി ഇറാനി അവർ
കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഒരു ദേശീയ വിദ്യാഭ്യാസ തലത്തിലുള്ള മൂല്യം ഏകദേശം 14ാം സ്ഥാനത്ത് ആണ് എത്തിപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് തന്നെ വായിക്കുന്നത്. ബാങ്ക് പ്രസിഡന്റ് പ്രൊഫസർ കെ യു അരുണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ സ്കൂളുകളിൽ നിന്നും 2014-15 വർഷത്തിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ ലഭിച്ചവർക്കും കലാകായിക രംഗത്ത് മികച്ച നേട്ടം കൈവരിച്ചവർക്കും ബാങ്ക് മുൻ പ്രസിഡന്റ് PM അഹമ്മദ് ഉപഹാരം നൽകി. ജീവനക്കാരുടെ മക്കളിൽ മികച്ച നേട്ടം കൈവരിച്ചവർക്ക് ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ KA വിശംബരൻ ഉപഹാരം സമർപ്പിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ CK ഗിരീശൻ പിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, MA തോമസ്, TK ദേവദാസ്, MR രാജൻ, VV പ്രദീപ്, ML പ്രാൺകുമാർ, UK ഗോപാലൻ, PK ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.